സാമ്പത്തിക പ്രതിസന്ധികൾക്ക് നടുവിൽ ക്ഷാമബത്ത പോലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃത്യസമയത്ത് DA അനുവദിക്കാത്തതും കുടിശ്ശിക വരുത്തിയതുമെല്ലാം ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2019 ശമ്പള പരിഷ്കരണത്തിൽ DA ലയിപ്പിച്ച ശേഷം ക്ഷാമബത്ത അല്ലെങ്കിൽ ക്ഷമാശ്വാസം കണക്ക് കൂട്ടിയതിലെ പിശക് കാരണം വലിയ തോതിലുള്ള നഷ്ടം സംഭവിക്കുന്നതായ പരാതികൾ ഉയരുകയാണ്. ക്ഷാമബത്ത ശമ്പളത്തിലും ക്ഷമാശ്വാസം പെൻഷനിലും ലയിപ്പിക്കുന്നത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും പൊതുവെ ഗുണകരമാണ്. എന്നാൽ 2019 പരിഷ്കരണത്തോടെ നഷ്ടമാണ് സംഭവിച്ചത്. 2019 ജൂലൈ 1 മുതൽ നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന് മുമ്പ് കേന്ദ്രത്തിന്റെ 24% ക്ഷാമബത്ത അല്ലെങ്കിൽ ക്ഷമാശ്വാസത്തിന് തുല്യമായ കേരളത്തിലെ പെൻഷൻകാർക്ക് 36% DA ലഭിച്ചിരുന്നു. കേന്ദ്ര ജീവനക്കാർക്ക് DA 50%-ത്തിലധികമായപ്പോൾ കേന്ദ്രം 24% ക്ഷമാശ്വാസം അനുവദിച്ചിരുന്നു. ഈ സമയത്താണ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 36% ക്ഷമാശ്വാസം ലഭിച്ചത്. എന്നാൽ 2019 ജൂലൈയിൽ നടന്ന ശമ്പള പരിഷ്കരണത്തിൽ 28% DA ലയിപ്പിച്ചപ്പോൾ ക്ഷാമബത്തയിലും ക്ഷമാശ്വാസത്തിലും കുറവാണുണ്ടായത്. അതായത് അടിസ്ഥാന പെൻഷൻ 10,000 രൂപ ലഭിക്കുന്ന ഒരാൾക്ക് 10% ഫിറ്റ്മെന്റും അതിന്റെ 36% ക്ഷമാശ്വാസവും ഉൾപ്പെടെ 14,960 രൂപ ലഭിക്കുമായിരുന്നു. എന്നാൽ 10,000 രൂപ അടിസ്ഥാന പെൻഷൻ ലഭിച്ച ഒരാൾക്ക് ക്ഷമാശ്വാസം ലയിപ്പിച്ചപ്പോൾ 14,766 രൂപയാണ് ലഭിച്ചത്. 10,000 രൂപ പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് 194 രൂപ കുറവ് വന്നു, ഏകദേശം 2%. പിന്നീടുള്ള ഓരോ ഘടു DAയിലും ആകെ 15% കുറവാണുണ്ടായത്. 2019 DA ലയിപ്പിച്ചില്ലെങ്കിൽ പഴയ നിരക്കാണ് ലാഭം. 2024 ജനുവരിയിൽ കേന്ദ്രം 50% DA അനുവദിച്ചിരുന്നു. അതിനാനുപാതികമായി കേരളത്തിൽ 75% ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ 10,000 രൂപ അടിസ്ഥാന ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് 19,250 രൂപ ലഭിക്കണം. പക്ഷേ കിട്ടിയത് 17,664 രൂപ മാത്രമാണ്. അതിൽ 1,586 രൂപയുടെ കുറവുണ്ടായി. ഇതുമൂലം 10,000 രൂപ DA വാങ്ങുന്ന ഒരാൾക്ക് 1,586 രൂപയാണ് നഷ്ടമുണ്ടാക്കിയത്. 20,000 DA വാങ്ങുന്നവർക്ക് 3,172 രൂപയും 30,000 DA വാങ്ങുന്നവർക്ക് 4,758 രൂപയും നഷ്ടമുണ്ടായിട്ടുണ്ട്. ഏപ്രിലിൽ 35% DAയാണ് ലഭിക്കുന്നത് എന്നതാണ് നിലവിലെ വിവരം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.